Hi guys, ആലുവേര പോലെ തന്നെ അടിപൊളിയായിട്ട് നമ്മുടെ സ്കിന്നിൽ വർക്കാവുന്ന അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിന് ഒരുപാട് ബെനിഫിറ്റ് തരുന്ന ഒരാളെ കൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ഹോം റെമഡി ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് വേറെ ആരുമല്ല, നമ്മുടെ കുമ്പളങ്ങയാണ് കേട്ടോ, ആഷ് ഗ്രൗഡ് ആണ്. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സ്കിൻ ജെൽ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആലുവേര ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ ബെനിഫിറ്റ് ആണോ ഉള്ളത് അതിനേക്കാളും അടിപൊളി റിസൾട്ട് തന്നെയാണ് നമുക്ക് ഈ ഒരു കുമ്പളങ്ങിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ ആഷ് ഗ്രൗഡിൽ നിന്ന് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പിമ്പിൾസ് മാറാനായിട്ടും അതുപോലെ തന്നെ പിമ്പിൾസിൻ്റെ പാടുകൾ കുറയ്ക്കാനായിട്ടും സൺ ടാൻ ഉണ്ടെങ്കിൽ സൺ ടാൻ നല്ല രീതിക്ക് മാറാനും അതുപോലെ തന്നെ ഫേസിൽ ഉണ്ടാകുന്ന ചുണങ്ങളും പാടുകളൊക്കെ നന്നായിട്ട് ക്ലിയർ ചെയ്ത് കൊണ്ടുവരാനായിട്ടും ഈ ഒരു കുമ്പളങ്ങയ്ക്ക് കഴിവുണ്ട്. മാത്രമല്ല ധാരാളം ആൻറ്റി ഓക്സിഡൻസും വൈറ്റമിൻ സിയും വൈറ്റമിൻ ഇ ഒക്കെ ഒത്തിരി അടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്ന് എന്നും നല്ല യങ്ങായിട്ട് ഫീൽ ചെയ്യും. നമുക്ക് പ്രായം ചെല്ലും തോറും നമ്മുടെ സ്കിന്ന് നല്ല രീതിക്ക് യങ്ങായിട്ടുള്ള ഫീൽ തന്നെ ആയിരിക്കും കൊണ്ടുവരിക. സ്കിന്ന് നല്ല ഹൈഡ്രേറ്റ് ആയിട്ട് നല്ല മോയ്സ്ചറായിട്ടായിട്ട് തന്നെ ഇരിക്കും കേട്ടോ. അപ്പോൾ ഹൈഡ്രേറ്റും മോയ്സ്ചറൈസറും നല്ല രീതിക്ക് കിട്ടിയാൽ തന്നെ നമ്മുടെ സ്കിന്ന് എന്നും യങ്ങായിട്ട് തന്നെ ഇരിക്കും. ഒരു ഫേസിൽ ഒരു ചുളിവോ വരയൊന്നും തന്നെ ഇല്ലാതെ നല്ലൊരു സ്കിന്നായിട്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ഗൈസ്, ഈ ഒരു ജെല്ലിന് വേണ്ടിയിട്ട് നമ്മൾ ഏറ്റവും നടു കഷ്ണം നോക്കിയിട്ട് ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ മീതെ കാണുന്ന ആ ഒരു തോല് നീക്കം ചെയ്യണം കേട്ടോ. നന്നായിട്ട് കഴുകിയ ശേഷം നമുക്ക് ആ ഒരു തോല് നീക്കം ചെയ്യാം. ആദ്യം കഴുകിയിട്ട് വേണം ഇത് മുറിച്ചെടുക്കാനായിട്ട് കേട്ടോ. എന്നിട്ട് ആ ഒരു തോലും അതുപോലെ തന്നെ അതിനകത്ത് കാണുന്ന സീഡ്സും നിങ്ങൾക്ക് റിമൂവ് ചെയ്യാം. സീഡ്സിനകത്ത് ഓയിൽ കണ്ടൻറ്റ് ഉണ്ട്. അപ്പോൾ ചിലർക്ക് അത് ഉപയോഗിച്ച പിമ്പിൾസ് വരും, അലർജി ആയിട്ട് വരും. അതിൻ്റെ പേരിൽ നമുക്കത് വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയുള്ള ഒരു പ്രശ്നമൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ അത് മാറ്റാം കേട്ടോ. ആ ഒരു മീതെ കാണുന്ന തോലും അതിനകത്തുള്ള കുരു കേട്ടോ. അപ്പോൾ ഞാനിവിടെ കുരു മാറ്റുന്നുണ്ട്, റിസ്ക് എടുക്കുന്നില്ല. കാരണം എനിക്ക് എന്തെങ്കിലും കൊമഡോജനിക് ആയിട്ടുള്ള ഓയിൽ കണ്ടൻറ്റ് എൻ്റെ ഫേസ് ആയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കുരു വരും. അതിൻ്റെ പേരിൽ കുരു യെസ് കുരുവും അതിൻ്റെ മുകളിൽ കാണുന്ന തോലും കട്ട് ചെയ്തിട്ട് ബാക്കി ആ പീസസ് നമ്മൾ എടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മളിത് ഒരു മിക്സി ബൗളിനകത്തിട്ട് നല്ല രീതിക്ക് അങ്ങ് അരച്ച് കൊണ്ടുവരികയാണ്. അരച്ചെടുത്തതിന് ശേഷം നമുക്ക് അരിപ്പ് ഉപയോഗിച്ചിട്ട് ഫിൽറ്റർ ചെയ്ത് കൊണ്ടുവരാം. അപ്പോൾ ഫിൽറ്റർ ചെയ്യുന്ന സമയത്ത് നമുക്കിത് ഇത്ര കിട്ടുന്നുള്ളൂ. കാരണം നമ്മൾ ചെറിയൊരു പീസ് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഒരു 1 വീക്കിനുള്ളിൽ ഉണ്ടാക്കിയിട്ടുള്ള രീതിക്കാണ് നമ്മളിത് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ അത്ര മാത്രമേ ഉള്ളൂ. ഈ കാണുന്ന അളവിൽ ഒരല്പം നമുക്ക് ജ്യൂസ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ ഫൈനലായിട്ട് ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. കഴിഞ്ഞത് എത്ര ഉള്ളെങ്കിൽ ഇതിനകത്തേക്ക് നമ്മൾ വേറെ ഒന്നും തന്നെ ചേർക്കേണ്ട കാര്യമില്ല കേട്ടോ. ആ ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ജെല്ല് റെഡി ആയിട്ട് വരും. അത് വേറെ ആരുമല്ല, നമ്മുടെ ആലുവേര ജെല്ലാണ് കേട്ടോ. ആലുവേര ജെല്ല് ഇതിനകത്തേക്ക് നമ്മൾ ആ ഒരു ജെൽ കൺസിസ്റ്റൻസി കിട്ടാൻ വേണ്ടിയിട്ട് ചേർക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് കൂവപ്പൊടി കാച്ചിയിട്ട് അതെടുത്ത് ഇതിനകത്ത് മിക്സ് ചെയ്തിട്ടാലും മതി കേട്ടോ. നമുക്കൊരു ജെൽ കൺസിസ്റ്റൻസി വേണമെന്നുള്ളതെന്ന് മാത്രമേ ഉള്ളൂ. നമുക്കിത് ഇപ്പോൾ ലിക്വിഡായിട്ടിരിക്കുമ്പോൾ ഫേസിൽ നിന്ന് ഒഴുകിപ്പോവും. അപ്പോൾ അതിൻ്റെ പേരിൽ നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാം. ആ ഒരു മെത്തേഡും ചെയ്യാം കേട്ടോ. കൂവപ്പൊടി കലക്കിയിട്ട് ആ ഒരു കൂട്ട് നമുക്കിതിനകത്തേക്ക് തിക്കാവാനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ 1 ടേബിൾ സ്പൂണാണ് ഈ ഒരു ആലുവേര ജെല്ല് ചേർക്കുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതല്ലല്ലോ ഷംനു ഓർഗാനിയുടെ ആലുവേര ജെല്ല്, ആ വരമ്പൂടെ ജെല്ലാണുള്ളത്, ഇത് എന്ത് പറ്റി ആലുവേര ജെല്ല് വേറൊരു ടൈപ്പായിരിക്കുന്നേ വിചാരിക്കുന്നുണ്ടാവാം. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് നമ്മുടെ എന്താ പറയുക ഫുൾ വാട്ടറൊന്നും ആഡ് ചെയ്യാതെ ഫുൾ ആലുവേര ഒന്ന് നമ്മൾ ഉണ്ടാക്കി നോക്കിയതാണ്. ലാസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കി നമ്മൾ പരീക്ഷിക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് കേട്ടോ. കാരണം നമ്മൾ എന്ത് പ്രോഡക്റ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ അതിനകത്ത് നമ്മൾ വെള്ളം ആഡ് ചെയ്യണം. അക്വ, നിങ്ങൾ ഏതൊരു പ്രോഡക്റ്റ് നോക്കിയിട്ടുണ്ടെങ്കിലും അതിൻ്റെ പുറകു വശത്ത് എഴുതിയിട്ടുണ്ടാകും അക്വ എന്നുള്ളത്, നമ്മുടെ വാട്ടറാണത്. അപ്പോൾ നമ്മൾ വാട്ടറൊന്നും ഇല്ലാതെ ഫുൾ ആലുവേരയുടെ ജ്യൂസ് മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് ആ ഒരു ജെല്ല്. അതിൻ്റെ കളറ് കണ്ടല്ലോ, ഒരു വ്യത്യാസം കണ്ടല്ലോ. അപ്പോൾ എത്ര ലാസ്റ്റ് ചെയ്യുന്ന അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഇത്തവണ ഉണ്ടാക്കിയതാണ് കേട്ടോ. എനിക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളതായിരുന്നു അത്. അപ്പോൾ അതാണ് ഇതിനകത്തേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഇതിനകത്തേക്ക് വേറെ ഒന്നും തന്നെ ആഡ് ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് ജസ്റ്റ് ആ ഒരു കുമ്പളങ്ങയുടെ ആ ഒരു എക്സ്ട്രാക്റ്റും ഈ ഒരു ആലുവേര ജെല്ലും മാത്രം മതി കേട്ടോ. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ആലുവേര ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂവപ്പൊടി മിക്സ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഗൈസ്, ഇതാ നമ്മുടെ ആഷ് ഗ്രൗഡിൻ്റെ അല്ലെങ്കിൽ കുമ്പളങ്ങയുടെ ജെല്ല് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു ജെല്ല് നമുക്ക് എപ്പോൾ വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം കേട്ടോ. രാവിലെയും വൈകിട്ടൊക്കെ അപ്ലൈ ചെയ്യാം. മാക്സിമം 2 or 3 തവണ അപ്ലൈ ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ ഈ രീതിക്ക് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു 3 ദിവസം കൊണ്ട് തന്നെ നിങ്ങളുടെ ഫേസിൽ ആ ഒരു മാറ്റം കാണാൻ പറ്റും കേട്ടോ. നല്ല രീതിക്ക് സ്കിൻ ഹൈഡ്രേറ്റ് ആയിട്ട് നല്ലൊരു ഗ്ലോയിങ് ഫിനിഷ്ഡ് ലുക്ക് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ആ ഒരു ഫീഡ്ബാക്ക് എന്താണെന്നുള്ളത് കൂടി ഈ ഒരു വീഡിയോയുടെ താഴെ വന്ന് അറിയിക്കാനായിട്ട് മറക്കരുത്. അപ്പോൾ ഇനിയൊരു പുതിയ വെറൈറ്റി വീഡിയോയുമായി വരുന്നവരേക്കും ടാറ്റാ ബൈ ബൈ ഫ്രം ഷംന. ഫ്രിഡ്ജിൽ വയ്ക്കാൻ മറക്കണ്ട കേട്ടാ.